അവർക്കും നമസ്കാരം. നമ്മളൊരു പക്ഷേ എല്ലാ ദിവസവും കഴിക്കുന്നൊരു ഭക്ഷണമാണ് മുട്ട, അല്ലേ? പക്ഷെ ശരിക്കും ഇതിനെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാം? ഇന്ന് നമുക്ക് മുട്ടയെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ വിശദമായി തന്നെ സംസാരിക്കാം. ദിവസവും മുട്ട കഴിക്കുന്നത് ശരിക്കും നല്ലതാണോ? അതോ ചിലപ്പോൾ ദോഷം ചെയ്യുമോ? പിന്നെ ഒരു ദിവസം എത്ര എണ്ണം വരെ കഴിക്കാം? ചിലരിത് കഴിക്കാൻ പാടില്ലെന്ന് കേൾക്കുന്നുണ്ടല്ലോ, അത് ശരിയാണോ? നമുക്കെല്ലാവർക്കും ഇങ്ങനത്തെ കുറേ സംശയങ്ങളുണ്ട്, അല്ലേ? വാ, നമുക്കിതിൻ്റെയൊക്കെ ഉത്തരവൊന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ശരി, നമുക്ക് തുടങ്ങാം. ഈ മുട്ടയെ എന്തിനാണ് ഒരു സൂപ്പർ ഫുഡ് എന്നൊക്കെ വിളിക്കുന്നത്? അതിന്റെ കാരണം അറിയണമെങ്കിൽ ആദ്യം നമുക്ക് ഒരു മുട്ടയുടെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. മുട്ടയെ പലപ്പോഴും ഒരു സമ്പൂർണ്ണ ഭക്ഷണം അഥവാ കംപ്ലീറ്റ് ഫുഡ് എന്ന് പറയാറുണ്ട്. എന്താ കാരണം എന്നറിയാമോ? കാരണം നമ്മുടെ ശരീരത്തിനാവശ്യമായ മിക്കവാറും എല്ലാ പോഷകങ്ങളും ഒരൊറ്റ മുട്ടയിൽ കിട്ടും. അതാണിതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പൊ നോക്കൂ, ഒരു മുട്ടയിൽ എന്തൊക്കെയാ ഉള്ളതെന്ന്. നല്ല ഹൈ ക്വാളിറ്റി പ്രോട്ടീനുണ്ട്, പിന്നെ വിറ്റമിൻ B12, വിറ്റമിൻ ഡി, നല്ല കൊഴുപ്പുകൾ. എന്തിനധികം നമ്മുടെ തലച്ചോറിന് വളരെ അത്യാവശ്യമായ കോളിൻ വരെ ഇതിലുണ്ട്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് പലതരത്തിൽ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ശരി, ഇത്രയും പോഷകങ്ങളുള്ള മുട്ട നമ്മൾ ദിവസവും കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ ഗുണങ്ങളാ കിട്ടുന്നേ? വാ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 5 ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം മസിൽസിന്റെ ബലം തന്നെ. പ്രത്യേകിച്ച് ജിമ്മിൽ പോകുന്നവർക്കും വളരുന്ന കുട്ടികൾക്കുമൊക്കെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. മുട്ടയിലെ ഈ ഹൈ ക്വാളിറ്റി പ്രോട്ടീനില്ലേ, അത് നമ്മുടെ മസിൽസ് ഉണ്ടാക്കാനും അതിന് വരുന്ന കേടുപാടുകൾ തീർക്കാനുമൊക്കെ ഒരുപാട് സഹായിക്കും. രണ്ടാമത്തെ ഗുണം നമ്മുടെ തടി കുറയ്ക്കാൻ സഹായിക്കുമെന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മുട്ട കഴിച്ചാൽ പിന്നെ കുറേ നേരത്തേക്ക് വിശക്കില്ല. അപ്പോൾ പിന്നെ ഇടയ്ക്കിടെ എന്തെങ്കിലും പോയി കഴിക്കുന്നത് കുറയും. അത് സ്വാഭാവികമായും ഭാരം നിയന്ത്രിക്കാൻ സഹായിക്കും. മൂന്നാമത്തെ പോയിന്റ് നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുട്ടയിൽ കോളിൻ എന്നൊരു സംഗതിയുണ്ടെന്ന്. ഇത് നമ്മുടെ ഓർമ്മശക്തിക്കും ബ്രെയിൻ സെൽസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൽ ഇതിന് വലിയൊരു പങ്കുണ്ട്. ഇനി നാലാമത്തേത് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി. മുട്ടയുടെ മഞ്ഞക്കരിവിൽ ലൂട്ടിൻ, സിയാസാന്റിൻ എന്നൊക്കെ പറയുന്ന 2 അടിപൊളി ആൻറ്റി ഓക്സിഡന്റുകളുണ്ട്. ഇവ പ്രായമാകുമ്പോൾ കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കാൻ സഹായിക്കും. അഞ്ചാമത്തേത് എനർജി. ഒരു ദിവസം മുഴുവൻ നല്ല ഉഷാറായി ആക്റ്റീവായിരിക്കാൻ ആവശ്യമായ പ്രോട്ടീനും നല്ല ഫാറ്റും മുട്ടയിലുണ്ട്. അതായത് രാവിലെ ഒരു മുട്ട കഴിച്ചാൽ വൈകുന്നേരം വരെ നല്ല എനർജിയിൽ നിൽക്കാം. അപ്പോൾ ഇത്രയും ഗുണങ്ങളൊക്കെയുണ്ട്. പക്ഷേ എല്ലാവരുടെയും മനസ്സിലുള്ള പ്രധാന ചോദ്യം ഇതാണ്: ഒരു ദിവസം എത്ര മുട്ട വരെ കഴിക്കാം? സാധാരണ നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് ദിവസം 1-2 മുട്ട കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. ഇനിയിപ്പോൾ നന്നായി വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ 2-4 വരെ ആകാം. പക്ഷേ ഒരു എക്സ്പേർട്ടിനോട് ചോദിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കുട്ടികൾക്കാണെങ്കിൽ ഒരു ദിവസം ഒരെണ്ണം മതി. എപ്പോഴും ഓർക്കുക, എന്തും ഒരു അളവിൽ കഴിക്കുന്നതാണ് നല്ലത്. മുട്ടയുടെ കാര്യത്തിലും അതുതന്നെയാണ്. പക്ഷെ ഒരു കാര്യം, ഈ മുട്ട എല്ലാവർക്കും ഒരുപോലെയാണോ? അല്ല. ചില ആളുകൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. ആർക്കൊക്കെയാണ് കൂടുതൽ ശ്രദ്ധ വേണ്ടതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഹൈ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം മുട്ട കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ ചിലർക്ക് മുട്ട അലർജി ആയിരിക്കും, മറ്റു ചിലർക്ക് ഇത് കഴിച്ചാൽ ദഹനത്തിന് പ്രശ്നമുണ്ടാകാം. അങ്ങനെയുള്ളവരും ശ്രദ്ധിക്കണം. മുട്ട കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അത് പാചകം ചെയ്യുന്ന രീതി. പുഴുങ്ങി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലതും സേഫും. കാരണം നമ്മൾ ഓംലെറ്റോ ബുൾസൈയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് എണ്ണ ഉപയോഗിക്കുമല്ലോ. അത് ശരീരത്തിന് അത്ര നല്ലതല്ല. ചിലപ്പോൾ ദഹനത്തിനും പ്രശ്നമുണ്ടാക്കും. അപ്പോൾ ഈ മുട്ടയുടെ മുഴുവൻ ഗുണങ്ങളും കിട്ടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണിത് കഴിക്കേണ്ടത്? നമുക്ക് ചില നല്ല വഴികൾ നോക്കാം. വെറും 3 സിമ്പിൾ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തേത്, പറ്റുമെങ്കിൽ പുഴുങ്ങി കഴിക്കുക. 2, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ നോക്കുക. അത് ദിവസം മുഴുവൻ എനർജി തരും. പിന്നെ മൂന്നാമത്തെ കാര്യം, വെറുതെ മുട്ട മാത്രം കഴിക്കാതെ അതിൻ്റെ കൂടെ പച്ചക്കറികളൊക്കെ ചേർത്ത് ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചല്ലോ. ഇനി നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് വരാം. മുട്ട ശരിക്കും ഒരു സൂപ്പർ ഫുഡാണോ അല്ലയോ? ഉത്തരം ഇതാണ്: അതെ, മുട്ട തീർച്ചയായും ഒരു സൂപ്പർ ഫുഡ് തന്നെയാണ്. പക്ഷേ ഒരു പക്ഷേയുണ്ട്. അതിൻ്റെ ആ സൂപ്പർ ഗുണങ്ങൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളത് ശരിയായ അളവിൽ കഴിക്കണം. എപ്പോഴും പറയുന്ന പോലെ മിതത്വം, അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളൊരു ദിവസം സാധാരണ എത്ര മുട്ട കഴിക്കാറുണ്ട്? നമ്മളിന്ന് സംസാരിച്ച കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങളുടെ ആ ശീലത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് തോന്നുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ.